ശ്യാമപ്രസാദിനോട് നന്ദനെപ്പറ്റി അപവാദങ്ങൾ പറയുന്ന പ്രതാപവർമ്മ. ശ്യാമപ്രസാദിനോട് പറഞ്ഞ കാര്യങ്ങൾ പ്രതാപവർമ്മ പ്രതിഭയെ ഫോണിൽ അറിയിക്കുന്നു. ഓഫീസിലെത്തിയ നന്ദനയോട് ശ്യാമപ്രസാദ് പ്രതാപവർമ്മയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ചോദിച്ചറിയുന്നു. പ്രതാപവർമ്മ കോവിലകത്തെത്തി ഭാഗീരഥി തമ്പുരാട്ടിയെയും നന്ദനെയും വെല്ലുവിളിക്കുന്നു. പ്രതാപവർമ്മ പറഞ്ഞ വിവരങ്ങൾ സേതുലക്ഷ്മിയുമായി ഫോണിൽ സംസാരിക്കുന്ന നന്ദനയും ഭാഗീരഥി തമ്പുരാട്ടിയും. ഇനി തുടർന്ന് കാണുക. കുഞ്ഞമ്മേ, പറ. ഞാനായിട്ടത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ഓഫീസിൽ വെച്ച് ശ്യാം സാർ അത്തരത്തിൽ സംസാരിച്ചപ്പോ അത് സാരമില്ല. എന്നാലും കുഞ്ഞമ്മയുടെ ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ഞാൻ... സാരമില്ല, ആ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല മോളെ. ഗവൺമെന്റ് ജോബൊന്നും അല്ലല്ലോ. ആദ്യം ജോലിക്ക് പോയ സമയത്ത് ഞാൻ പറഞ്ഞത് മറന്നോ? പെൺകുട്ടികൾക്ക് ജോലി ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ആത്മാഭിമാനത്തെ ബാധിക്കുന്നുവെന്ന് കണ്ട അപ്പൊ വെച്ചൊഴിയണം. നന്ദന അതേ ചെയ്തുള്ളൂ. കുഞ്ഞമ്മ എന്നെ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. മോളത് തിരിച്ചറിയുന്നതാ എന്റെ സന്തോഷം. ശ്യാം സാറിന്റെ അമ്മ മുത്തശ്ശിയോട് എന്തൊക്കെയോ പരാതികൾ പറഞ്ഞു. അതിന് കാരണം നിരാശയാ. അവരത്രയ്ക്ക് ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വാക്ക് കൊടുത്തിട്ട് മറ്റും ഇല്ലല്ലോ. അവരുടെ റിയാക്ഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം. അതെന്താ? ശ്യാമിന്റെ അമ്മയ്ക്ക് വേണ്ടത് മകന് നല്ലൊരു പെൺകുട്ടിയല്ല, മറിച്ച് കോവിലകത്ത് നിന്നൊരു ബന്ധമാണ്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞത് നന്നായി. എനിവേ, നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ? മോള് സമാധാനായിട്ടിരിക്കെ. ബൈ. മനീഷേ, മനീഷിനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ പനക്കിൽ വന്നിരുന്നു. അന്ന് വീടിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. നിങ്ങൾ അതിന്റെ ആവശ്യത്തിന് പോയിരിക്കാന്നറിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. നിങ്ങളുടെ അമ്മാവും പറഞ്ഞു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ഉദ്ഘാടനം അറിയിക്കായിരുന്നു. എന്താ? പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചൊന്നുമില്ല. മനീഷ് എന്തോ ഒരുമാതിരി ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത്. ഇലക്ട്രിക്കൽ ഗുഡ്സിന്റെ ഷോപ്പ് തുടങ്ങാനിരുന്നിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് തിരിഞ്ഞു അല്ലേ? അമ്പിളി പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് ബിസിനസ്? തരക്കേടില്ലാതെ പോകുന്നു. ക്ലച്ച് പിടിച്ചിട്ട് രക്ഷപ്പെട്ടു. എല്ലാ ബിസിനസ്സും അങ്ങനെയാ. കയ്യിലുണ്ടായിരുന്നാലും ഇൻവെസ്റ്റ് ചെയ്തുള്ള പരിപാടിയല്ലേ, സൂക്ഷിക്കണം. മനീഷിന് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തോണെന്ന് ഓർമ്മിപ്പിച്ചതാ. ഏത് കാര്യമായാലും ചെയ്താണ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്, അല്ലാതെ ആരുടെ ഉപദേശം കേട്ടിട്ടൊന്നുമല്ല. ഞാൻ പോകുന്നു. മനീഷേ, നിന്ന്. ഉപദേശിച്ചതല്ല, കാര്യങ്ങൾ സൂചിപ്പിച്ചതാ. നിങ്ങളുടെ വീട്ടിലെ പ്രസന്റ് സിറ്റുവേഷൻ ഞാനായിട്ട് പറയണ്ടല്ലോ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള വാശി വിശദീകരിക്കണമെന്നില്ല. ഈ പറഞ്ഞ വാശിയെല്ലാം എനിക്കും ഉണ്ട്. വീടുൾപ്പെടെ എല്ലാം ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇനി അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിലും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അല്ല മനീഷ്, നീ എന്തെങ്ങനെ? ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതിനിടയിൽ ഒരു വലിയേട്ടന്റെ റോള് ആരും സ്വയം ഏറ്റെടുക്കാൻ നിൽക്കണ്ട. എന്നെ ഗുണദോഷിച്ച് നേരെയാക്കാൻ അമ്പിളി ഏർപ്പാടാക്കിയാണെന്ന് മനസ്സിലായി. പോകുന്നതിന് മുമ്പ് അവൾ വേറെന്തൊക്കെ പറഞ്ഞേൽപ്പിച്ചു. പോകുന്നതിന് മുമ്പോ? അതിന് അമ്പിളി എവിടെ പോയി? ഓ, അപ്പൊ അതറിഞ്ഞില്ലേ? അമ്പിളിയുടെ മിസ് കോളിനെ ഞാൻ തിരിച്ചു വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല. നഴ്സിംഗ് പഠിക്കാൻ അവൾ കോയമ്പത്തൂരിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടിട്ട് വരിക ഞാൻ. എങ്കിലും അത് പറയാനായിരിക്കും വിളിച്ചത്. ചുരുക്കി പറഞ്ഞ മനീഷും സുമിത്രാൻ്റി മാത്രമായി വീട്ടില്. ഒരു മകനെന്ന നിലയ്ക്ക് ഉത്തരവാദിത്വം കൂടുക. പിന്നെയും തുടങ്ങി അഡ്വൈസ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ആരും ഇടപെട്ട ആളാവാനൊന്നും വരണ്ട.
എവിടെ കോവിലകത്തെ പുരാവസ്തുവും ചണ്ടുമാഷും? മനസ്സിലായില്ലേ? നിന്റെ മുത്തശ്ശിയും കുഞ്ഞമ്മ എവിടെയെന്ന് വിളിക്കേ. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോ സേതു മേഡം ഇല്ലായിരുന്നു. പിന്നെ മമ്മിയുമായിട്ടൊരു അഭിമുഖ സംഭാഷണം നടത്തിയിട്ട് പോയി. അറിഞ്ഞു. ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? നന്ദനിയെ ഇനി ഏത് തരത്തിൽ ഉപദ്രവിക്കാമെന്നാ പ്രതാപവർമ്മ വിചാരിക്കുന്നേ? പ്ലാനിങ് നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഉപദ്രവിക്കും. അത് എൻ്റെ ഒരു ഹോബിയാണെന്ന് കൂട്ടിക്കോളൂ. ഈ ഹോബിയുമായി അധികം മുന്നോട്ട് പോകാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓഹോ, ആയിക്കോട്ടെ. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ല നന്ദന ജോലിക്ക് പോകുന്നത്. അത് നിങ്ങൾക്കും അറിയാം. ഒരു ടൈം പാസ്, അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഉത്സാഹിച്ചിപ്പോ കല്യാണാലോചന മുടക്കിയത്. അല്ലെങ്കിലും ഞങ്ങൾക്കതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. നിങ്ങളായിട്ടത് മുടക്കി തന്നല്ലോ, താങ്ക്സ് ഉണ്ട്. ഞാനിപ്പോ വന്നതേ ആ മാറ്റർ സംസാരിക്കാനല്ല. അതിന്റെ ഒരു തുടർച്ചയാവാൻ ആഗ്രഹിക്കുന്നുമില്ല. ചെയ്യാനുള്ളത് ചെയ്യുക, എന്നിട്ടത് മറക്കുക, അടുത്ത കർമ്മത്തിലേക്ക് കടക്കുക. അതാ എൻ്റെ ഒരു ലൈൻ. സേതുലക്ഷ്മിക്ക് എന്നെ അറിയാഞ്ഞിട്ടാ. വർമ്മ വന്നത് എന്തിനാണെന്ന് പറ. അതാ പറയാൻ വന്നത്. എനിക്ക് വളരെ തിരക്കുണ്ട്. മദർ ഇൻ ലോയും സേതുലക്ഷ്മിയും വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. കുറെ നാളുകൾക്ക് മുമ്പ് ഈ കോവിലകത്ത് ഈ ഭാഗത്തായിട്ട് ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഭാഗീരഥി അമ്മയുടെ അധ്യക്ഷതയിൽ മക്കളും മരുമക്കളും ഒക്കെ പങ്കെടുത്തൊരു യോഗം. അജണ്ട എന്തായിരുന്നു എന്നോർക്കുന്നോ? ഉദിയന്നൂർ കോവിലകത്തെ സ്വത്തിന്റെ ഓഹരി വെപ്പ്. തർക്കവും വാദവും പ്രതിവാദവും ഒക്കെ നടന്നു. ഓരോരുത്തർക്കും ഇന്ന ഇന്ന ഷെയർ എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. പറഞ്ഞതല്ലാതെ നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായില്ല. അതിന്റെ വിവരം എനിക്കൊന്നറിയണം. സേതുലക്ഷ്മിക്കും അമ്മയ്ക്കും ഭദ്രത ബാധിച്ചോ? ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഓരോരുത്തർക്കും എന്തൊക്കെ ഷെയർ എന്ന് സൂചിപ്പിച്ചതല്ലാതെ എന്നും ഭാഗം വെക്കുമെന്നും പറഞ്ഞിട്ടില്ല. പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, എന്റെ ഷെയർ ഉടനെ കിട്ടുകയും വേണം. പെട്ടെന്ന് കയറി വന്ന് സ്വത്ത് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെട്ടെന്നായതാ കുഴപ്പം. എങ്കിലേ ഞാൻ മിറ്റത്തിറങ്ങി പോയിട്ടേ സ്ലോ മോഷൻ ഇങ്ങോട്ട് വരാം. കോവിലകത്തെ പ്രോപ്പർട്ടി ഷെയർ ചെയ്യാൻ കുറച്ച് സാവകാശം വേണം. ഏട്ടന്മാരും വിദ്യേച്ചിയും വരികയും വേണം. വീണ്ടും കുടുംബയോഗം നടത്തേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ തീരുമാനിച്ചല്ലേ. പോരാത്തതിന് വിദ്യയെ കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് തന്നൊരു വാക്കുണ്ട്. ഉദിയന്നൂരെ പകുതി സ്വത്തിന്റെ അവകാശം എനിക്കായിരിക്കും. അതെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? എനിക്കറിയില്ല. ഇങ്ങോട്ട് നോക്കിയേ. നിനക്ക് അച്ഛൻ ഒരാളല്ലേ ഉള്ളൂ. വർമ്മേ, അപ്പൊ വാക്കും ഒന്നേ പാടുള്ളൂ. എനിക്ക് തന്ന വാഗ്ദാനം പാലിച്ചേ പറ്റൂ. അതിന് നിങ്ങളുടെ കയ്യിലിരിപ്പ് നന്നാവണം. ഈ കുടുംബത്തിനോട് ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കിയാ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സെന്റ് ഭൂമിക്ക് പോലും അർഹതയില്ല. അതങ്ങേ മനസ്സിൽ വെച്ചാ മതി. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ അത് നേടിയിരിക്കും. അതിനുള്ള പ്ലാൻ എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെ കളി കളിച്ചാലും ആത്യന്തികമായി തീരുമാനം എടുക്കേണ്ടത് ഉദിയന്നൂരെ ഭാഗീരഥിയമ്മയെ. അമ്മയ്ക്കറിയാം ആർക്ക് എന്തു കൊടുക്കണമെന്നും അതെപ്പോ കൊടുക്കണമെന്നും. തോന്നുമ്പോ തരുമ്പോ കൈനീട്ടി മേടിക്കാനേ വേറെ ആളെ നോക്കണം. നിങ്ങൾ എത്ര തുള്ളിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വത്ത് ഇവിടുന്ന് അടിച്ചോണ്ട് പോകാൻ പറ്റില്ല. അതിന് അർഹതയുള്ളവർ വേറെയുണ്ട്. പൊതുവായി വീതിച്ചതിന് ശേഷമുള്ള സ്വത്ത് നീക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയെ വേണ്ടതുപോലെ അന്തസ്സായി നോക്കുന്നവർക്കുള്ള സമ്മാനം അത്. എങ്കിലേ അത് കാര്യസ്ഥൻ ഭാസ്കരക്കുറിപ്പ് കൊണ്ടുപോയത് തന്നെ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറഞ്ഞു പറ്റിക്കലാണല്ലോ നിങ്ങളുടെ കോവിലകത്തിന്റെ പാരമ്പര്യം. അത് പക്ഷേ എന്റെ തട്ടകത്തിൽ വേണ്ട. അമ്മയ്ക്ക് വായ്ക്കരിടുന്നവർക്ക് വേണ്ടി ഒരു സമ്മാനം. പക്ഷേ അതാർക്ക് കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. വെല്ലുവിളിക്കാണോ നിങ്ങള്? എന്താ സംശയം? സമ്മാനം കിട്ടുന്നത് മത്സരത്തിൽ ഒന്നാമതെത്തുന്നവർക്കാ. മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക്. അതാരാണെന്ന് കണ്ടറിയാം.
എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിലേ നോക്കേ ഞാനത് നേടിയിരിക്കും. വെയിറ്റ് ആൻഡ് സീ. അമ്മേ, ഇറങ്ങാറായോ? നന്ദന ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ഫുൾ ടൈം കൂട്ടായി. എനിക്ക് കുഴപ്പമില്ല, ബോറടിക്കുന്നത് മോക്കാ. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഈ മുത്തശ്ശി വെറുതെ പറയുന്ന കുഞ്ഞമ്മേ. ഇനി വരുമ്പോഴാട്ടെ ഞാൻ കുറച്ച് ബുക്സ് വാങ്ങിക്കൊണ്ടുവരാം. മോൾ ഇവിടെ പുസ്തകം വായിച്ച് ഒതുങ്ങിക്കൂടിയാൽ മതിയെന്നാണോ സേതു പറയുന്നേ? ഉടനെ ഒരു ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ച. തന്നെയല്ല, നന്ദനയ്ക്കൊരു ഗവൺമെന്റ് ജോബ് നോക്കണമെന്നുണ്ട്. അടുത്ത PSC ബുള്ളറ്റിൻ വരട്ടെ. സർക്കാർ ഉദ്യോഗത്തോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അത് ശരിയാവുന്നവരെ അമ്മയ്ക്ക് കൂട്ടിരിക്കുകയാണ് ഡ്യൂട്ടി. അങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കണ്ട. ആശുപത്രിയിൽ നിന്ന് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ വീട്ടുജോലികൾ ഏറ്റെടുത്തു തുടങ്ങിയ ആളാ. ഭാരിച്ച പണിയൊന്നും ചെയ്യണ്ട കേട്ടോ. ആ, നീ ഇപ്പൊ തിരുവനന്തപുരത്തേക്കാണോ പോന്നേ? സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ജസ്റ്റ് ഒന്ന് കയറണം. എന്നിട്ട് ബാംഗ്ലൂരേക്ക് പോകണം. അവിടെ എന്താ? സൗത്ത് ഇന്ത്യൻ യൂത്ത് ഫോറത്തിന്റെ സമ്മേളനവും റാലിയും. കേരളത്തിൽ നിന്ന് 300ഓളം ഡെലിഗേറ്റ്സ് ഉണ്ട്. എല്ലാരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല എനിക്കാ. എത്ര ദിവസത്തേക്കാ സേതു? 3 ദിവസത്തെ പ്രോഗ്രാമാ. അത് കഴിഞ്ഞ റിട്ടേൺ ട്രിപ്പ് ഉള്ളൂ. ഈ യാത്രകളോ അലച്ചിലുകളോ ഒക്കെ അവസാനിപ്പിച്ച് എന്നാ സേതു ഒന്ന് സ്വസ്ഥാവുക? ചിലപ്പോ എനിക്കും തോന്നാറുണ്ടമ്മേ, കുറച്ചൊരു വിശ്രമം വേണമെന്ന്. ആഹാ, സേതു തന്നെയാണോ ഈ പറയുന്നേ? കുഞ്ഞമ്മയ്ക്ക് പൊളിറ്റിക്സ് മടുത്തു തുടങ്ങിയോ? മടുപ്പല്ല മോളെ. ഇവിടെ ആർക്കോ എന്തോ ഒരാപത്ത് സംഭവിക്കാൻ പോകുന്ന പോലൊരു തോന്നൽ. സേതു, അതെനിക്ക് സംഭവിച്ചു കഴിഞ്ഞല്ലോ. അതല്ല, മറ്റെന്തോ ട്രാജഡിയുടെ ഒരു സൂചന. ചിലപ്പോ അതൊക്കെ വെറുതെയാവും. എന്നാലും മനസ്സിലങ്ങനെ തോന്നുമ്പോ. നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ. മോളെ, സേതുവിന്റെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയേക്കാം. ഭാസ്കറിനോട് പറയാൻ മറക്കല്ലേ. എന്തായാലും ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞു വന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നമുക്കൊരുമിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോണം. ഇതൊക്കെ ഇപ്പൊ പറയും. അല്ലമ്മേ, ഈ തീരുമാനത്തിന് മാറ്റമില്ല. 10 ദിവസം ഞാൻ അമ്മയുടെയും നന്ദനയുടെയും കൂടെ നിൽക്കും. ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങില്ല. ശരി, പോയിട്ട് വാ. നന്ദനെ, പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ.
അശോകേട്ടാ, ദേ യാത്ര കഴിഞ്ഞ് നിങ്ങളുടെ ചേട്ടൻ വന്നിരിക്കുന്നു. പെട്ടെന്ന് താഴേക്ക് ചെല്ല്. എന്തിന്? വരവേൽപ്പ് നടത്താനോ? പോയ കാര്യം എന്തായെന്ന് അറിയാലോ. നിങ്ങളുടെ അച്ഛനോട് വിവരിക്കുന്നതിന് മുമ്പ് അശോകേട്ടൻ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വന്നേ. എന്താടാ? അച്ഛൻ വരാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. എന്താ കാര്യം? ടൗണിലൊന്ന് പോകാനാ, കുറച്ച് പർച്ചേസ് ഉണ്ട്. അതിന് എന്നെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? അല്ല, കാറൊന്ന് വേണമായിരുന്നു. അപ്പൊ ഈ കെടുക്കണതോ? അല്ല, ഡീസൽ അടിക്കാൻ കാശുണ്ടോ നിങ്ങളുടെ കയ്യില്? വണ്ടിക്ക് ഡീസൽ അടിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോന്ന്? ഇല്ല, അതാ വെയിറ്റ് ചെയ്തേ. അല്ല, അച്ഛനെന്താ അങ്ങനെ ചോദിക്കുന്നേ? ഇനി മുതൽ അങ്ങനെയൊക്കെയാ. നിങ്ങൾക്ക് അച്ഛൻ മാത്രല്ല, അമ്മ എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ടല്ലോ. മക്കളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാനുള്ള ബാധ്യത അവൾക്കുണ്ട്. അമ്മയുടെ കയ്യിൽ എവിടെ നിന്ന് അച്ഛ കാശ്? വലിയ കോവിലത്തെ മൂത്ത പുത്രിയല്ലേ, അവിടെ നിന്ന് അളന്നുകൊണ്ട് വരാൻ പറ. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പേഴ്സ് തുറക്കുന്ന പരിപാടിയെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അത് കമ്പനിക്ക് നഷ്ട. നിന്നേ. ഇന്നത്തേക്ക് വണ്ടി എടുത്തോ. ചെല്ലടാ. നിന്നേ. ഇരിക്കട്ടെ. വേണ്ട വേണ്ട, വെക്കടാ. ചെല്ലേ. പ്രതാപനെന്താ ഉദയന്നൂർ പോയിട്ട് വൈകിട്ട്? പല കാര്യങ്ങളുണ്ടായിരുന്നു അച്ഛാ, പുറപ്പെടാൻ കുറച്ച് ലേറ്റായി. ഇപ്പോഴെന്നെ പല കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട എന്തായി? ഉദയന്നൂരെ സ്വത്തിന്റെ കാര്യ അച്ഛൻ ചോദിച്ചത്. വല്ലതും കിട്ടുമോ അതോ കിട്ടിയോ? ദേ അശോക, തലയിരിക്കുമ്പോഴേ വാലാടണ്ട. എന്നോട് ഇത്തരം കാര്യങ്ങൾ ആധികാരികമായി ചോദിക്കാനേ ഇവിടെ നമ്മുടെ അച്ഛനുണ്ട്. അശോകന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ചുരുക്കത്തില് ഇത്തവണയും പോയത് വെറുതെയായി. ഭൂസ്വത്തായും ഉറുപ്പിയായും കുറെ വാരിക്കോരി കിട്ടുമെന്ന് പറഞ്ഞ പ്രതാപൻ ഉദയന്നൂരിന്ന് വേളിയൊഴിച്ചത്. പറയുമ്പോ അച്ഛൻ മുഷിയരുത്. എന്റെ മാത്രം തീരുമാനപ്രകാരമല്ല ഞാൻ വിദ്യാഭാരതി വിവാഹം കഴിച്ചത്. അച്ഛനുൾപ്പെടെ എല്ലാവരും സമ്മതിച്ചിട്ടാ. നീ ആഗ്രഹം പറഞ്ഞപ്പോ എതിർത്തില്ലെന്നേ ഉള്ളൂ. സ്വത്ത് മോഹിച്ച് ഒരു വേളി വേണ്ടാന്ന് ഞാൻ പലതവണ പറഞ്ഞ പ്രതാപം മറക്കണ്ട. ഞാൻ ഈ കാര്യം സംസാരിച്ചത് എനിക്കൊന്നും വേണ്ടിയിട്ടല്ല. മക്കൾ തേടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന ഗതികേട് ബാലരാമവർമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. നീ ഇങ്ങനെ കിട്ടാത്തുകയുടെ പേരിൽ തെക്ക് വടക്ക് നടന്നത് കാണുമ്പോ വിഷമമുണ്ട്. ഇത്രയും നാളായിട്ടും ഇവിടുന്നാരും ഉദയന്നൂര് വന്ന് ഏട്ടനോട് ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഇപ്പോ ഭാര്യയും മക്കളെയും കൂട്ടി ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചോദിച്ചു പോയതാ. മതി 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 മതി. എന്നെ വിചാരണ ചെയ്യാനാണ് അശോക നിന്റെ പരിപാടിയെങ്കിലേ അത് വേണ്ട. ദേ, ഇത്രാം തീയതി ഇന്ന സമയത്ത് ഉദയന്നൂരിന്ന് ഷെയർ കൊണ്ടുവരാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടേ അത്തരം അന്വേഷണം നീ നടത്തണ്ട.
പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കൊണ്ടുവന്നു എന്നൊരു ഭാവം നിനക്കുണ്ട്. ബിസിനസ് നടത്തി നല്ലൊരു തുക കളഞ്ഞു കുളിച്ചു എന്നുള്ളൊരു ഭാവവും മുഖത്തുണ്ടാവുന്നത് വളരെ നല്ലതാ. പാർവതി എന്ത് പറയുന്നു? ഞാനും എന്റെ കുടുംബവും ഇവിടെ സ്ഥിരമായി തങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. താമസിക്കുന്ന അത്രയും ദിവസത്തെ സകല വീട്ടു ചെലവും ഞാനാ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടേ അനിയന്റെ മുഖത്തൊരു പുച്ഛഭാവം വേണ്ട. അനിയത്തിയുടെ മുഖത്ത് തീരും വേണ്ട. അതിന് ഞാൻ വിശദീകരണമൊന്നും വേണ്ടെന്നേ. വിദ്യാഭാരതിന് മുമ്പിൽ മുഖം കറുപ്പിക്കാൻ മാത്രം ആളായിട്ടില്ല പാർവതി. പിന്നെ ഒരു കാര്യം കൂടി, ഭാര്യയും മക്കളെയും കൂട്ടി ഞാനിവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്താവന അശോകൻ നടത്തി. തമ്പടിക്കുന്നതേ സർക്കസുകാരാ. സർക്കസുകാരൻ്റെതായ അഭ്യാസങ്ങൾ എനിക്കുണ്ടെങ്കിലേ അത് പാരമ്പര്യ ഗുണമെന്ന് അനിയൻ മനസ്സിലാക്കണം. നിനക്കും കിട്ടിയിട്ടുണ്ടാവും. പ്രതാപ, അച്ഛൻ ക്ഷമിക്കണം, ധിക്കരിച്ചതല്ല ഞാൻ. ഇവൻ തല പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല, അതൊന്നും ഓർമ്മിപ്പിച്ചതാ.